ആ ശരി ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ആരടേ? വീട്ടിൽ നിന്ന് പെണ്ണും പിള്ളയാണ് വിളിച്ചത്. വീട്ടിനടുത്ത് റോഡിൽ കൂട്ടിയിട്ടിരുന്ന വേസ്റ്റിന് തീ പിടിച്ചെന്ന്. ആ തീയെങ്ങാനും ഇനി വീട്ടിൻ്റെ അകത്തോട്ട് കയറി പടരുമെന്നൊരു പേടി. ഇവിടെ ഇപ്പൊ തിരുവനന്തപുരത്തെ മിക്ക സ്ഥലത്ത് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ചൂട് സമയമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാ എവിടെ കിടക്കണ വേസ്റ്റുകളാണോ കൊണ്ട് തള്ളിക്കണേന്ന്, ആ വേസ്റ്റിനാണ് ഇപ്പൊ തീ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഈയിടെ തമ്പാനൂർ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂട്ടിയിട്ട വേസ്റ്റാണ് കത്തിപ്പിടിച്ചത്. ആ റെയിൽവേ സ്റ്റേഷനിലെങ്ങാനും കത്തിപ്പിടിക്കാത്തത് അവിടെ വന്ന യാത്രക്കാരുടെ ഭാഗ്യം. മാറാത്തത് മാറുമെന്ന് പറഞ്ഞ് ഇപ്പൊ അധികാരത്തിൽ കയറി ഈ കോർപ്പറേഷൻ ഈ വേസ്റ്റൊക്കെ തന്നെ എടുത്ത് മാറ്റാത്തത്. ഇടയെ അവര് കയറിയിട്ട് 6 മാസേ ആയുള്ളൂ. അതിനു മുമ്പേ കിടന്ന് എന്തിനാണ് കുറ്റം പറയണമെന്നൊക്കെയാണ് മേയർ ചോദിക്കുന്നത്. ഈ 6 മാസവും ഉദ്ഘാടനവും ആഘോഷവും റീൽസ് പിടുത്തമായിട്ടൊക്കെ നടന്ന പിന്നെ എങ്ങനെ കുറ്റം പറയാതിരിക്കും? കോർപ്പറേഷൻ പിടിച്ചതിന് ആശീർവാദം വാങ്ങാൻ മേയറും സംഘവും പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിലോട്ട്. പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുള്ള റോഡ് ഷോ, ഇതൊക്കെയല്ലേ ഇത്ര നാൾ ഇവിടെ നടന്നത്. മൊത്തം ഷോമയം, മൊത്തം ഷോയാണെന്ന് ഡെപ്യൂട്ടി മേയറുടെ റീൽസ് കാണുമ്പോൾ തന്നെ അറിയാം. അത് നീ പറഞ്ഞത് ശരി തന്നെടേ. ഭരണത്തിൽ ഇവര് താഴോട്ടാണെങ്കിലും റീൽസിന്റെ എണ്ണത്തിലും അഭിനയത്തിന്റെ കാര്യത്തിലും നല്ല പുരോഗതിയുണ്ട്. അണ്ണാ വേസ്റ്റിന്റെ കാര്യത്തിൽ പിന്നെയും സഹിക്കാം. കഴിഞ്ഞ ആഴ്ച തെരുവ് നായയുടെ കടിയിൽ നിന്നും 100 വ്യത്യാസത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. തെരുവ് പട്ടികളുടെ കാര്യം പോട്ട്, ഇപ്പൊ തെരുവ് വിളക്കുകൾ പോലും നേരെ കത്തുന്നില്ലല്ലോ. അതും ഇനി ഈ KSEBിയുടെ മണ്ടേ കൊണ്ട് വെക്കണ ഈ മേയർ. അതിനാണ് കൂടുതൽ സാധ്യത. എന്തൊക്കെ തള്ളുകളായിരുന്നു. തെരുവുനായ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം, ബ്ലൂ പ്രിന്റ്. അമേരിക്കയിൽ കിടക്കണ സായിപ്പുമാര് ഇനി ഇവിടെ വന്ന് ജീവിക്കാൻ കൊതിക്കും എന്ന് വരെ മേയർ തള്ളി മറിച്ചു. കൊതിക്കും ദഹ കടന്ന് ഒഴിവാണ് കൊതിക്കാനുള്ളത്. ഇത് കണ്ടാ കൊതിക്കൂടെ? അല്ലണ്ണ, ആരോ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ മേയർ കയറി എന്തൊരു വിവരക്കേട് പറഞ്ഞല്ല. അത് കുടിവെള്ളം മുട്ടുമ്പോ വാട്ടർ അതോറിറ്റിയിലല്ലേ ജനങ്ങൾ പണം അടയ്ക്കണത്, അവിടെ പോയി ചോദിക്കും. ശരിക്കും പറഞ്ഞ ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല നർത്തം. ഇവിടെ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥ എന്ന് പറയണത്, തേന്മാവിൻ കൊമ്പത്തുന്ന സിനിമയില് പപ്പു മോഹൻലാലിന്റെ അടിക്കണ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് എന്തിനത്? താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താനാരാണെന്നും ഞാൻ ആരാണെന്നും, അപ്പോൾ ഞാൻ പറഞ്ഞു തരും താനാരാണെന്ന്. അതുപോലെയാണ് ഇപ്പൊ കോർപ്പറേഷന്റെ അവസ്ഥ. എന്ത് ചെയ്യണമെന്നും ഒരു പിടുത്തവും ഇല്ല.